കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കാൻ കൊടുത്താൽ എപ്പോൾ കിട്ടിയാലും അവർക്കത് ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ ഫിംഗറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ബോൺലെസ് ചിക്കന് ഇതുപോലെ നീളത്തിൽ കനം കുറച്ചൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചിക്കൻ പോപ്കോണിൻ്റെ ആ ഒരു രീതിയിൽ ചെറിയ പീസായിട്ട് നല്ല ചെറിയ പീസായിട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോഗ്രാം ചിക്കന് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് മസാലയൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം ഞാനിതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത കോട്ടിങ്ങിന് പിന്നീടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഓരോ പീസും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. കോട്ട് ചെയ്ത് കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാ പീസുകളും ഇതുപോലെ തന്നെ അങ്ങ് കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു പാത്രത്തിലേക്ക് തന്നെ അതിൽ കുറച്ചൊരു വെള്ളവും മസാലയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വീണ്ടും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൈദയും കാശ്മീരി മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം മിക്സ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ആദ്യം തന്നെ ഒന്നിച്ച് കൂടുതൽ മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ കൂടെ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു മസാലയിൽ ആക്കി വെച്ചിട്ടുള്ള പൊടിയിൽ മുക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ പീസെല്ലാം വീണ്ടും എടുത്തിട്ട് ഈ ഒരു പാലിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പൊടിയിൽ കോൺഫ്ലവറും കൂടി ചേർത്തിട്ടുള്ള ഈ ഒരു പൊടിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് കുടഞ്ഞു കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് കുടഞ്ഞു കൊടുത്തിട്ട് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ചൂട് വേണം കേട്ടോ. പിന്നെ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. പുറം ഭാഗമൊക്കെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനും ആയിരിക്കും. ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം കൂടെ ഇതുപോലെ നല്ല എല്ലാ ഭാഗത്തും ഒരേ കളറായിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫിംഗർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ടൊമാറ്റോ സോസും മയോണൈസും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സോസിൻ്റെ കൂടെയാണ് ഞാനത് സെർവ് ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജിൽ നിന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.